ഹായ്, പ്ലസ് ടു ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സോ ഈ ചാപ്റ്ററിലെ രണ്ട് പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകളായിരിക്കും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിച്ചു തീർക്കുന്നത്. ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, രണ്ട് കോ ഡോമിനൻസ്. സോ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, എന്താണ് കോ ഡോമിനൻസ്? നോക്കൂ, ഡോമിനൻസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ജീൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ, അതാണ് ടി ജീൻ എന്ന് പറയുന്നത്. അതിന് രണ്ട് അലീലുകളാണുള്ളത്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി. സോ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആർ ദി അലീൽസ്. അലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീനിന്റെ തന്നെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളെയാണ് നമ്മൾ അലീലുകൾ എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ജീൻ, അതിന്റെ രണ്ട് അലീലുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, വിച്ച് കൺട്രോൾ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് ആ ജീൻ കൺട്രോൾ ചെയ്യുന്നത്. അതിന് രണ്ട് അലീലുകളാണ് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഈ ക്യാപിറ്റൽ ടിയും ഒരുമിച്ച് വരികയോ സ്മോൾ ടി ഒരുമിച്ച് വരികയോ ചെയ്താൽ അതിനെയാണ് നമ്മൾ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം വ്യത്യസ്തരായ രണ്ടുപേർ ഒരുമിച്ച് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ്, വ്യത്യസ്തരായ അലീലുകൾ ഒരുമിച്ച് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. ഈ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരാൾ മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ആരാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. സോ ഇതിനകത്ത് ക്യാപിറ്റൽ ടി ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ ഡോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് കംപ്ലീറ്റ് ഡോമിനൻസ് ഓർ സിംപ്ലി ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്ന് പറഞ്ഞാല് ഫുള്ളായിട്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യില്ല, കുറച്ച് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അത് ഹൈറ്റിന്റെ കാര്യത്തിലല്ല കേട്ടോ, വേറൊരു കാര്യത്തിലാണ്. നമുക്കതൊരു എക്സാമ്പിളോട് കൂടി പഠിക്കാം, അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിലി ക്ലിയർ ആവും. 4 മണി ചെടി എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ സ്നാപ് ഡ്രാഗൺ എന്നൊക്കെ പറയുന്ന ചെടികൾ. സോ ഇത്തരത്തിലുള്ള ഒരു ചെടിയിൽ രണ്ട് കളർ ഫ്ലവേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒന്ന് റെഡ് കളർ ഫ്ലവർ, ഒന്ന് വൈറ്റ് കളർ ഫ്ലവർ. സോ റെഡ് കളർ ഫ്ലവർ നമ്മൾ എടുക്കുമ്പോൾ അത് റെഡ് കളർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ ആയിരിക്കും അതിന്റെ ജീനോടൈപ്പ്. എന്നാൽ വൈറ്റ് കളർ ഫ്ലവർ എടുക്കുമ്പോൾ അത് സ്മോൾ ആർ ആയിരിക്കും അതിന്റെ ജീനോടൈപ്പ്. ഇതിൽ നിന്ന് ഗമേറ്റ്സ് എഴുതുക. ഗമേറ്റ്സ് എഴുതുമ്പോൾ ഇതിൽ നിന്നും ഒരാളെ മാത്രം എഴുതിയ ക്യാപിറ്റൽ ആർ. സോ ദാറ്റ് ഈസ് ദ ഗമേറ്റ്. ഗമേറ്റ് ആണെങ്കിൽ എപ്പോഴും വട്ടം വരച്ച് കാണിക്കാൻ മറക്കരുത്. ഓക്കെ, ഇതിന്റെ ഗമേറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് രണ്ട് ഗമേറ്റ് ആവില്ലേ? രണ്ട് ഗമേറ്റ് ആവും. ക്യാപിറ്റൽ ആർ ഗമേറ്റ് ഉണ്ട്, അനദർ ക്യാപിറ്റൽ ആർ ഗമേറ്റ്. ഒരാളെ തന്നെ രണ്ട് പ്രാവശ്യം എഴുതാൻ ഇമ്പോസിഷൻ എഴുതുന്നതല്ലോ. അപ്പൊ പിന്നെ രണ്ട് പ്രാവശ്യം എഴുതണ്ട, ഒരാൾ തന്നെ അല്ലോ. അപ്പൊ പിന്നെ അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെയും രണ്ട് സ്മോൾ ആർ തന്നെയാണ് ഗമേറ്റ്സ് ആകുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗമേറ്റ് എഴുതുന്നുള്ളൂ, സ്മോൾ ആർ മാത്രം. ഇത് രണ്ടും കൂടി ഫെർട്ടിലൈസ് ചെയ്യൂ. ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രോജനി. അപ്പോ ഈ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ, F1 ജനറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ എക്സ്പ്രസ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ ഫ്ലവർ ഒരു റെഡ് കളർ ഫ്ലവർ ആയിരിക്കണം. പക്ഷേ ഈ ക്യാപിറ്റൽ ആർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം അത് കുറച്ച് മാത്രമേ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫുൾ റെഡ് കളർ നമുക്ക് അവിടെ കിട്ടില്ല. പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ചെറിയ പിങ്ക് കളറേഷൻ ആയിരിക്കും. സോ നമുക്ക് പിങ്ക് കളേർഡ് ഫ്ലവർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത്തരത്തിൽ പകുതി മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. 4 o'clock പ്ലാന്റ്, സ്നാപ് ഡ്രാഗൺ തുടങ്ങിയ ചെടികൾ, മിലാബിൽസ് ജൽപ എന്നൊക്കെ പറയുന്ന ചെടികളിലാണ് നമ്മൾ ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ഏതിന്റെ കേസ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി നിങ്ങൾക്ക് F2 ജനറേഷൻ കൂടി എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കിട്ടിയ F1 എന്ത് ചെയ്താൽ മതി? സെൽഫ് ചെയ്താൽ മതി. സോ അതുകൂടി ഞാനൊന്ന് എഴുതി കാണിക്കും. സോ നമ്മൾ ഇതിനെ തന്നെ സെൽഫ് ചെയ്യും. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ പാരന്റും ഇത് തന്നെ, മെയിൽ പാരന്റും ഇത് തന്നെ. അപ്പൊ ഗമേറ്റ്സ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ആർ ഗമേറ്റും ഉണ്ടാകും, സ്മോൾ ആർ ഗമേറ്റും ഉണ്ടാകും. അതെന്താ രണ്ടായിട്ട് എഴുതാൻ കാര്യം? കാരണം രണ്ട് ഡിഫറെന്റ് ആണ്. ഇത് ക്യാപിറ്റൽ ആർ ഗമേറ്റ്, ഇത് സ്മോൾ ആർ ഗമേറ്റ്. അപ്പുറത്ത് നോക്കുമ്പോഴോ അവിടെയും ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ആർ ഗമേറ്റും സ്മോൾ ആർ ഗമേറ്റും. ഇനി നമ്മൾ അതിന്റെ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു പന്നറ്റ് സ്ക്വയർ വരയ്ക്കും അല്ലെ? സോ വി വിൽ ഡ്രോ എ പന്നറ്റ് സ്ക്വയർ. എത്ര ഗമേറ്റ്സ് ഉണ്ട്? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, അനദർ ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ. ഇനി ഇവർ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ ആർ. എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ ആദ്യം എഴുതാൻ പാടുള്ളൂ. ഇതിൽ നമ്മൾ കാണുമ്പോൾ ക്യാപിറ്റൽ ആർ, അത് പിന്നെ ഇവിടെ നോക്കാനൊന്നുമില്ല, അത് റെഡ് കളർ ഫ്ലവർ ആയിരിക്കും. ഇതാണെങ്കിലോ സ്മോൾ ആർ, അത് ഉറപ്പാണ്, അത് വൈറ്റ് കളേർഡ് ഫ്ലവർ ആയിരിക്കും. ബാക്കി രണ്ട് കേസ് ഒന്ന് നോക്കിക്കേ. അവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറും അടുത്തതും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്.
രണ്ട് വ്യത്യസ്തരായ ആൾക്കാർ വരുമ്പോൾ കംപ്ലീറ്റ് ഡോമിനൻസ് അത് കാണിക്കില്ല. പിന്നെയോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസെ കാണിക്കും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ റെഡിന്റെ അത്രയും എക്സ്പ്രസ് ചെയ്യില്ല. അപ്പൊ അതെന്തായിരിക്കും? പിങ്ക് കളേർഡ് ഫ്ലവർ ആയിരിക്കും. സോ ദിസ് വിൽ ബി പിങ്ക് കളർ ആൻഡ് ദിസ് വിൽ ബി ഓൾസോ പിങ്ക് കളർ. ഇനി നമുക്ക് അതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോയും ഫീനോട്ടിപ്പിക് റേഷ്യോയും നോക്കാം. ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര റെഡ് കളർ ഫ്ലവർ ഉണ്ട്? ഒരേ ഒരു റെഡ് കളർ ഫ്ലവർ അല്ലെ, ഒരേ ഒരു റെഡ് കളർ ഫ്ലവർ. സോ 1:2. എത്ര പിങ്ക് കളേർഡ് ഉണ്ട്? 2 പിങ്ക് കളേർഡ് ഉണ്ട്. സോ 2:2. എത്ര വൈറ്റ് കളേർഡ് ഉണ്ട്? ഒരേ ഒരു വൈറ്റ് കളർ. സോ 1. സോ എന്ത് കിട്ടി? ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 എന്ന് കിട്ടി. ഇനി നമുക്ക് ജീനോട്ടിപ്പിക് റേഷ്യോ, അതായത് അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? സോ ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കാം. സോ ജീനോട്ടിപ്പിക് റേഷ്യോ എടുക്കുമ്പോൾ എത്ര ക്യാപിറ്റൽ ആർ ഉണ്ട്? ഒരേ ഒരു ക്യാപിറ്റൽ ആർ 1:2. എത്ര ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ട്? 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ട്. അപ്പൊ 2 എണ്ണം കിട്ടി. സോ 2:2. എത്ര സ്മോൾ ആർ ഉണ്ട്? ഒരേ ഒരു സ്മോൾ ആർ. സോ 1. സോ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആണ്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ പ്രത്യേകത. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു കുട്ടി ഇതുപോലെ ക്രോസ് ഒക്കെ ചെയ്തപ്പോൾ അതില് ജീനോട്ടിപ്പിക് റേഷ്യോയും ഫീനോട്ടിപ്പിക് റേഷ്യോയും രണ്ടും സെയിം ആയിട്ട് കിട്ടിയെങ്കിൽ അത് ഏത് ക്രോസ് ആവാനാണ് സാധ്യത എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാം അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആകാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസില് ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും സെയിം. അത് എത്രയാണ്? 1:2:1 ആണ്. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ക്ലിയർ ആണല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം, കോ ഡോമിനൻസ്. എന്താണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? സഹകരണം എന്നൊക്കെയാണ് ഉദ്ദേശം അല്ലെ? അപ്പൊ കോ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ സഹകരിച്ച് എക്സ്പ്രസ് ചെയ്യുക എന്നാണ്. അതായത് രണ്ടു പേരും ഒരുമിച്ച് വന്നാൽ, രണ്ട് വ്യത്യസ്തരായ ആൾക്കാർ ഒരുമിച്ച് വന്നാൽ സാധാരണഗതിയിൽ ഒരാള് റെസസീവ് ആകും, ഒരാൾ ഡോമിനേറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. അതിനെയാണ് നമ്മൾ കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ പഠിക്കണമെങ്കിൽ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ ശരീരത്തിൽ കൂടി ഓടി നടക്കുന്ന ആളാണ് ബ്ലഡ്. സോ ബ്ലഡിലേക്ക് വരാം. ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന ഒരു ജീനാണ്. സോ ഈ ഐ ജീനിന് 3 അലീലുകളാണ് ഉള്ളത്. IA, IB ആൻഡ് സ്മോൾ ലെറ്റർ I. ഇങ്ങനെ 3 അലീലുകളാണ് നമ്മുടെ ഐ ജീനിനുള്ളത്. സാധാരണ എല്ലാവർക്കും 2 അലീൽസേ ഉള്ളൂ, ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ R സ്മോൾ r. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരനെ നോക്കിക്കേ, അയാൾക്ക് 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ട്. ഇങ്ങനെ ഒരു ജീനിന് 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീലിസം. ഒരു ജീനിന് 2ൽ കൂടുതൽ അലീൽസ് ഉണ്ടെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അലീലിസം. അപ്പൊ മൾട്ടിപ്പിൾ അലീലിസത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ? ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ഐ ജീൻ തന്നെയാണ് മൾട്ടിപ്പിൾ അലീലിസത്തിന് നല്ലൊരു എക്സാമ്പിൾ. അപ്പൊ ഈ പറയുന്ന 3 അലീലുകൾ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെ നോക്കാം. ഒന്ന് IA പോസിബിൾ ആണ്, IA സ്മോൾ ലെറ്റർ ഐയും പോസിബിൾ ആണ്. അതുപോലെ IB പോസിബിൾ ആണ്, IB സ്മോൾ ലെറ്റർ ഐ പോസിബിൾ ആണ്. അതുപോലെ സ്മോൾ ലെറ്റർ IB പോസിബിൾ ആണ്, സ്മോൾ ലെറ്റർ ഐയും പോസിബിൾ ആണ്. സോ ഇങ്ങനെയുള്ള 6 കോമ്പിനേഷൻസ് ആണ് ഈ പറയുന്ന 3 അലീൽസ് നമുക്ക് തരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, IA അലീൽ ഒരു A ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, IB അലീൽ ഒരു B ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ലെറ്റർ I ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യില്ല. ക്ലിയർ? ഇനി നോക്കിക്കോളൂ. IA എന്ന് പറയുന്ന അലീലിക് കോമ്പിനേഷൻ ഉള്ള ഒരാളുടെ ശരീരത്തില് A എന്ന് പറയുന്ന ജീൻ എക്സ്പ്രസ് ചെയ്യും, അത് A ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. A ഷുഗർ പ്രൊഡ്യൂസ് ചെയ്താൽ അയാളെ നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പുകാരൻ എന്ന് വിളിക്കും. ഓക്കെ. IA സ്മോൾ ലെറ്റർ I വരുമ്പോ IA A ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ലെറ്റർ I ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അയാളുടെ ബ്ലഡിൽ എന്ത് കാണും? A ഷുഗർ കാണും. അപ്പോൾ അയാളെയും നമുക്ക് A ബ്ലഡ് ഗ്രൂപ്പുകാരൻ എന്ന് വിളിക്കാം. അപ്പൊ ഒരു A ബ്ലഡ് ഗ്രൂപ്പുകാരന് ഈ 2 കോമ്പിനേഷൻ പോസിബിൾ ആണ്. ക്ലിയർ? അടുത്ത് IB എന്ന് വന്നു കഴിയുമ്പോൾ അയാൾ B ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അയാളുടെ ബ്ലഡിൽ B ഷുഗർ കാണും ആൻഡ് ഹി ഈസ് എ B ബ്ലഡ് ഗ്രൂപ്പ് മാൻ. അടുത്ത IB സ്മോൾ ലെറ്റർ I എന്ന് വരുമ്പോൾ IB B ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ ലെറ്റർ I ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ബ്ലഡിൽ B ഷുഗർ മാത്രമേ കാണപ്പെടൂ. സോ ഹി ഈസ് ഓൾസോ എ B ബ്ലഡ് ഗ്രൂപ്പ് മാൻ. അപ്പൊ B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് 2 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്.
ഇനി വാട്ട് അബൌട്ട് സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ? ഇത് നമുക്ക് പിന്നീട് പറയാം. സ്മോൾ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ, അയാളുടെ ശരീരത്തില് ഈ രണ്ടു പേരും ഒരു തരത്തിലുള്ള ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ അയാളെ വിളിക്കുന്ന പേരാണ് ഓ ബ്ലഡ് ഗ്രൂപ്പ് മാൻ. ഇനിയാണ് നമ്മുടെ കേസ്, അതാണ് IAIB. IAIB വരുമ്പോ സാധാരണ ഡോമിനൻസ് കാറ്റഗറിയിലാണെങ്കിൽ ഒരാൾ എക്സ്പ്രസ് ചെയ്യും, ഒരാൾ റിസസീവ് ആകും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. IA അതിന്റെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും, IB അതിന്റെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലാതെ മറ്റവൻ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല അങ്ങനെയൊന്നും തീരുമാനമില്ല. രണ്ടും കടുംപിടുത്തുക, രണ്ടുപേരും അങ്ങ് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അയാളുടെ ബ്ലഡില് A ഷുഗറും കാണും, B ഷുഗറും കാണും. അതിന്റെ അർത്ഥം രണ്ട് അലീലുകളും അവിടെ എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ അയാളെ വിളിക്കുന്ന പേരാണ് AB ബ്ലഡ് ഗ്രൂപ്പ് മാൻ. അപ്പൊ AB ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ IA അലീലും എക്സ്പ്രസ് ചെയ്തു, IB അലീലും എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ രണ്ട് അലീലുകളും എക്സ്പ്രസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. കോഡോമിനൻസിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്. ഓക്കെ, സോ ദിസ് ഈസ് ദി കേസ്. അപ്പൊ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും പഠിച്ചെടുത്തു, കോഡോമിനൻസും പഠിച്ചെടുത്തു. എന്തായാലും ഞാൻ ഇത്രയും പഠിപ്പിച്ചു, എങ്കിൽ പിന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കൂടി പഠിപ്പിച്ചിട്ട് ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ അതും അങ്ങ് ആവുമല്ലോ. സോ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാള് B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകൾ പോസിബിൾ ആണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ്, ഇത് രണ്ടും കൂടി എഴുതിയതിനു ശേഷം നിങ്ങൾക്കുണ്ടാകാൻ അല്ലെങ്കിൽ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് നോക്കുക. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്. അതുപോലെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും വേറെ ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നോക്കുക. അപ്പൊ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചുമ്മാ എഴുതി കളിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളിവിടെ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാള് B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുമായിട്ട് മാരേജ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എഴുതേണ്ടത് IA സ്മോൾ ലെറ്റർ എ. എപ്പോഴും ഹെട്രോസൈഗസ് കണ്ടീഷൻ വേണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, B ആണെങ്കിൽ IB സ്മോൾ ലെറ്റർ I. ഇനി ഇതിന്റെ ഗമേറ്റ്സ് എന്തൊക്കെ വരും? IA ഗമേറ്റ് ഉണ്ടാകും, സ്മോൾ ലെറ്റർ I ഗമേറ്റ് ഉണ്ടാകും. ഇവിടെ ആണെങ്കിലോ IB ഗമേറ്റ് ഉണ്ടാകും, സ്മോൾ ലെറ്റർ I ഗമേറ്റ് ഉണ്ടാകും. ഇനി കുഞ്ഞുങ്ങളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ, എത്ര കുട്ടികൾ ഉണ്ടാകുമെന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പന്നറ്റ് സ്ക്വയർ വരയ്ക്കണം. ഈ ഗമേറ്റിൽ നമുക്ക് ഇവിടെ എഴുതാം IA സ്മോൾ ലെറ്റർ I, IB ആൻഡ് സ്മോൾ ലെറ്റർ I. ഇനി ഇത് ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെ വരും? IA, IB, അടുത്ത് IB സ്മോൾ ലെറ്റർ I, അടുത്ത് ഇതും കൂടി അല്ലെ, IA സ്മോൾ ലെറ്റർ I, അടുത്ത് സ്മോൾ ലെറ്റർ I, സ്മോൾ ലെറ്റർ I. ഇനി നമ്മൾ ക്രോസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളായിരിക്കും? എയും ബിയും ഉണ്ട്. അപ്പൊ ഇത് AB ബ്ലഡ് ഗ്രൂപ്പ്, ഇത് B ബ്ലഡ് ഗ്രൂപ്പ്, ഇത് A ബ്ലഡ് ഗ്രൂപ്പ്, ഇത് O ബ്ലഡ് ഗ്രൂപ്പ്. എന്ന് പറഞ്ഞാൽ ഒരു A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളും ഒരു B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളും കൂടി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് എല്ലാ പോസിബിലിറ്റീസും, അതായത് A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട്, AB ഉള്ള കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട്, B ഉള്ള കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ട്, O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇതുവരെ ക്രോസ്. ഇതുപോലെ നിങ്ങൾ എയും എബിയും ചെയ്ത് നോക്കാം, ബിയും എയും എബിയും ചെയ്ത് നോക്കാം, ഐയും ഓയും തമ്മിൽ ചെയ്ത് നോക്കാം. O ബ്ലഡ് ഗ്രൂപ്പ്, O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഒരു കാരണവശാലും എയോ എബിയോ ബിയോ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാകത്തുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് പന്നറ്റ് സ്ക്വയർ വരച്ച് പോസിബിലിറ്റീസ് എഴുതാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് പുതിയ പുതിയ ഫോക്കസ് ഏരിയകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഫോക്കസ് ഏരിയ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണം, എല്ലാ ചാപ്റ്ററിന്റെയും വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓരോ സബ്ജക്റ്റിനും 1000 rupees ആണ് പേയ്മെന്റ് വരുന്നത്. അതടച്ച് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിന്റെ, അതായത് ഈ പറഞ്ഞ 3 വിഷയത്തിന്റെയും മുഴുവൻ ചാപ്റ്ററിന്റെയും ഫോക്കസ് ഏരിയ വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒപ്പം ചാപ്റ്ററിന്റെ മുഴുവൻ PDF നോട്ട്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും A+ വാങ്ങുവാനും ഇത് നിങ്ങൾ ഒത്തിരി സഹായിക്കും. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ സഹായത്തിനും ഞാൻ മനോജ് സന്ദേശ് കൂടെ ഉണ്ടാവും.